ഓക്കെ. ഞാൻ ഇന്നലെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫെദർ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് കട്ടുകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ, അതായത് നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വർക്കുകളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. ഇന്നത്തോടു കൂടി നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് കഴിയും. നാളെ തൊട്ട് നമ്മൾ പ്രീമിയർ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആ പറഞ്ഞോളൂ. ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടി എന്നുള്ള ടൂൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ശ്രദ്ധിക്കാം, ഞാൻ കാണിക്കാം. നമ്മൾ സാധാരണ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പിക്സലിൽ തന്നെ മെഷർമെൻറ്റ് എടുക്കാം. ഒരു 1280 പിക്സൽസും 1280 പിക്സൽസും റെസൊല്യൂഷൻ ഒരു 150 കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പേജ് ഓപ്പൺ ആയല്ലോ. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് ടെക്സ്റ്റുകളെ സൈസ് ഇൻക്രീസ് ചെയ്യിക്കാം. ഒന്ന്, ടെക്സ്റ്റ് ടൂൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ തന്നെ കാണാം ഫോണ്ടിൻ്റെ സൈസ്, കണ്ടല്ലോ. ഫോണ്ട് ക്ലിയർ അല്ലേ? ഫോണ്ട് ഇവിടുന്ന് മാറ്റാം, അതിൻ്റെ സ്റ്റൈൽ ഇവിടുന്ന് മാറ്റാം നമുക്ക്, കണ്ടല്ലോ. സൈസ് ഇവിടുന്ന് മാറ്റാം, ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഇവിടുന്ന് മാറ്റാം, ലെറ്റർ സ്റ്റൈലുകൾ ഇവിടുന്ന് മാറ്റാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. ഇവിടെ 72 വരെ കാണുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു 150 എന്നൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ 150 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. 150 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ചോദിച്ച ആൾക്ക് മനസ്സിലായില്ലേ ഡൗട്ട്? അതായത് ഒന്നെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യും, ഇവിടെ വന്ന് മേലെ കാണാം ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ 250 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 250 സൈസിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? Ctrl T അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. നമ്മൾ പിക്ചർ വലുതാക്കും ചെറുതാക്കും ചെയ്ത് തരുന്നില്ലേ? പിക്ചർ വലുതാക്കും ചെറുതാക്കും ചെയ്ത് തരുന്നില്ലേ? അതേപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മളൊരു ഡ്രോപ്പ് ഷേഡോ ഇന്നർ ഷേഡോ ഒക്കെ വെച്ചിട്ടുള്ളൊരു വർക്കുകൾ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു വർക്ക് നിങ്ങൾക്ക് കാണിക്കാം. ഞാനിവിടെ നമ്മുടെ ഒരു പേജ് പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാനൊരു വെള്ള കളർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നുണ്ട്, ലെയർ വേറെ ഒരെണ്ണമുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മളൊരു പേപ്പർ കീറണ പോലെ ഞാനതിൻ്റെ ഒരു കുറച്ച് പർട്ടിക്കുലർ ഭാഗം ജസ്റ്റ് ഇങ്ങനെ സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കീബോർഡിൻ്റെ മുകളിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്തിട്ട്. ഇപ്പോൾ രണ്ടും വൈറ്റ് കളറായ കാരണം നമുക്കറിയില്ല, ബാക്ക്ഗ്രൗണ്ടും വൈറ്റാണ്, നമ്മൾ ചെയ്ത ലെയറും വൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ലെയറിന് ഞാനൊരു സ്റ്റൈൽ കൊടുക്കാൻ പോവാം. നമ്മളിവിടെ FX എന്നുള്ള ചിഹ്നത്തിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ഷാഡോനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? നിഴൽ സെറ്റ് ചെയ്യാനായിട്ട്. നോക്കൂ, അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ സ്പേസ് അവിടെ പ്രിവ്യൂ വന്നത് കേട്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ശരിക്കും ഒരു കീറി നിൽക്കണ പോലത്തെ ഒരു എഫക്റ്റ് അവിടെ ഫീൽ ചെയ്തു അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാനിവിടെ നിന്ന് ഈ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ആ, റെക്കോർഡിംഗ് ഉണ്ട്. എന്തേ? ഇല്ല സർ, പിന്നെ ആവശ്യം. ഓക്കെ, ശരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ബോക്സ് എടുത്ത് വരച്ചിട്ട് ഞാൻ അവിടെ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ലെയറിൽ
ഞാനിതേപോലെ തന്നെ ഒരു കളറ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് കൺട്രോള് ആൾട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. കൺട്രോള് ആൾട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക മൗസ് കൊണ്ട്. ക്ലിയർ അല്ലേ? പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എനിക്കിതൊക്കെ കൂടി ഒരു ഓർഡർ ആക്കണം എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ പലതും പല വലിപ്പത്തിലും പല സൈസുകളിലും ഇരിക്കണം അല്ലേ? ചിലതിന് ചെറിയ ഹൈറ്റ്, ചിലതിൻ്റെ വീതി കുറവാണ്, ചിലതിന് വീതി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെയർ ബോക്സിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ലെയർ ബോക്സിൽ കണ്ടോ, ഇവിടെ ലെയറിൻ്റെ കോപ്പി വന്നേക്കുന്നുണ്ട്. നിങ്ങൾ ലെയർ 3, ലെയർ 3ൻ്റെ കോപ്പി 2, 3. അപ്പോൾ ഓരോ ലൈനുകൾക്കും ഓരോ ലെയറുകൾ വന്നിട്ടുണ്ട്. ആ ലെയറുമ്പോൾ നിന്നുകൊണ്ട് എല്ലാ ലെയറും കൂടി സെലക്ഷൻ ചെയ്യുക. എല്ലാ ലെയറും കൂടി കൺട്രോൾ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ലെയറും ഒരുമിച്ച് സെലക്ഷൻ ആവും. ക്ലിയർ ആണല്ലോ? കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ട് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലെയർ 3 എന്നുള്ളതിൻ്റെ എല്ലാ കോപ്പിയും, ലെയർ 3, ലെയർ 3ൻ്റെ കോപ്പി, ലെയർ 3ൻ്റെ 2ാമത്തെ കോപ്പി, 3ാമത്തെ കോപ്പി, 4ാമത്തെ എല്ലാ കോപ്പിയും ഞാൻ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മേലെ കണ്ടോ നിങ്ങളിവിടെ ഡിസ്ട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മേലത്തെ അലൈൻമെൻറ്റുകളിൽ ഇത് നമ്മൾ ഈ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലൈനും ഒരേപോലെ ഓർഡർ ആയത് കണ്ടോ? മനസ്സിലായ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഞാൻ ഇത് വരയ്ക്കുന്നത് മനസ്സിലായില്ലേ? ഞാൻ ആദ്യം തൊട്ട് തന്നെ കാണിക്കാം. ശ്രദ്ധിക്കുക. പുതിയൊരു ലെയർ എടുത്തു. അതിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു വൈറ്റ് കളർ കൊടുത്തു, ആൾട്ട് ബാക്ക് സ്പേസ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാനത് കട്ട് ചെയ്യണ പോലെ ഒരു പേപ്പർ ഇങ്ങനെ വലിച്ച് കീറി എങ്ങനെ ഉണ്ടാവുക അതേപോലെ ഞാൻ ജസ്റ്റ് സെലക്ഷൻ ചെയ്തിട്ട് ആ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ ലെയറിൻ്റെ ആ ഭാഗം ഞാൻ കീബോർഡിൻ്റെ മുകളിൽ ഡിലീറ്റ് കീ അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇതറിയണ്ടേ? ഇതിപ്പോൾ രണ്ടും വെള്ളയെ കാരണം നമുക്ക് അറിയണില്ല അല്ലേ ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ലെയറിൽ നിന്നുകൊണ്ട് എഫക്ട്സ് എന്നുള്ള ചിഹ്നത്തിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ഷേഡോ, നിഴൽ, നമ്മൾ പഠിച്ചുള്ളതാണ് നിഴൽ സെറ്റ് ചെയ്യാനായിട്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? അതിനൊരു നിഴൽ ഞാനിവിടെ ഫീൽ ചെയ്യിച്ചു. ഇനി പുതിയൊരു ലെയർ എടുത്തിട്ട് ബോക്സ്, ഈ സെലക്ഷൻ ടൂളില്ലേ, സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു സെലക്ഷൻസ് വരച്ചു കൊടുത്തു. ഉണ്ടല്ലോ? വരച്ചു കൊടുത്തതിന് ശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നീല കളറാണെന്നുണ്ടെങ്കിൽ നീല കളറ് ആൾട്ട് ബാക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ആ 3ാമത്തെ ലെയർ, അതായത് ഈ വരച്ച ലൈനിൻ്റെ ഈ ലൈന് വെച്ചിട്ട് ഞാൻ കോപ്പി ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, കൺട്രോൾ ആൾട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു വയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത് വലിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകലങ്ങളൊന്നും ഈക്വൽ അല്ലല്ലോ. അതിനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ 3ാമത്തെ ലെയറുമ്പോൾ നിന്നിട്ട് 3ാമത്തെ ലെയറുമ്പോൾ നിന്നു കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഇത് ലെയറുകൾ, ഓരോ ലെയറുകളും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ലെയറിൻ്റെ എല്ലാ ലെയറുകളും ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? അതായത് എല്ലാ ലെയറുകളെയും കൂടിയിട്ട് നമ്മൾ ഒന്നാക്കാൻ വേണ്ടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ കണ്ട നിങ്ങൾ അലൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. അവിടെ അതിൽ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം. കണ്ട? അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയറുകളൊക്കെ കൂടി ഒന്നായത് കണ്ട നിങ്ങൾ? ആ ഒരു ഓർഡർ ആയത് കണ്ട? കറക്റ്റ് ഒരേ വലിപ്പമായത് കണ്ട? എല്ലാ ലൈനുകളും തമ്മിലുള്ള ഗ്യാപ്പ് ക്ലിയർ ആണല്ലോ? ഇനി ഈ ലെയറുകളൊക്കെ കൂടി ഒന്നാക്കണം എന്ന് വിചാരിക്കാം. ഈ 3ൻ്റെ കോപ്പി, 3ൻ്റെ കോപ്പി 2, 3 അതൊക്കെ കൂടി ഒന്നാക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇ പ്രസ് ചെയ്ത് കൊടുക്കുക. കൺട്രോൾ ഇ, അതായത് മെർജ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, ഷോർട്ട് കട്ടോടെ ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ട്
കൺട്രോൾ പ്ലസ് ഇ. മെർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെയറുകൾ തമ്മിൽ മെർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഇ. കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഇ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും? ഇതവിടെ മെർജായി മാറും. നോക്കൂ, എല്ലാ മൂന്നാമത്തെ ലെയറും കൂടി ഒന്നായത് കണ്ട നിങ്ങൾ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ പ്രസ് ചെയ്യണം. അതെ 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 അതെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ നമ്മൾ ഷേഡോ കൊടുത്ത് കിടക്കണതിൻ്റെ അവിടെ ഭാഗം കാണല്ലോ, ഈ ലൈൻ കണ്ടില്ലേ? ആ ലൈനുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം. എന്താ ചെയ്യുക? അതായത് എൻ്റെ മൗസിൻ്റെ പോയിന്റ് കണ്ട നിങ്ങൾ നോക്കിട്ടാ, ഈ കാണുന്ന പേജ് വരെയുള്ള ഭാഗം മാത്രം ലൈന് മതി, ബാക്കിയുള്ള ലൈനുകളൊക്കെ റിമൂവ് ചെയ്ത് പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറയാൻ പറ്റുമോ? കോപ്പി ചെയ്യണം സർ. കോപ്പി ചെയ്യണോ? അല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അവിടെ ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയണം. ആ വരച്ച ലൈനിൻ്റെ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയണം. നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഒരു മേജിക് വാൻ ടൂൾ എടുക്കുക. കണ്ട, ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ ആദ്യം വരച്ചിട്ടുള്ള ലെയർ ഒന്നില്ലേ, ആ ലെയർ ഒന്നിന് വെള്ള കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയില്ലേ? ക്ലിയർ ആണല്ലോ? ആ ലെയർ ഒന്ന് നമ്മൾ വരച്ചിട്ടുള്ള ലെയറിൻ്റെ അവിടെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മേജിക് വാൻ ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സെലക്ഷൻ ആയില്ലേ? ക്ലിയർ അല്ലേ? സർ ലെയറിനെ ക്ലിക്ക് ചെയ്യണോ അല്ല വൈറ്റ് ഏരിയനെ ക്ലിക്ക് ചെയ്യണോ? ആ വൈറ്റ് ലെയർ ഒന്ന് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മേജിക് വാൻ ടൂൾ എടുക്കുക, ആ വൈറ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വൈറ്റ് കളർ എവിടെയൊക്കെ ഉണ്ടോ കളറൊക്കെ സെലക്ഷൻ ആയത് കണ്ടോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പുറത്തെ ഭാഗം ഡിലീറ്റ് ചെയ്താൽ മതി അല്ലേ? ഏത് ലെയറിൻ്റെ? മൂന്നാമത്തെ ലെയറിൻ്റെ. മനസ്സിലായ? മൂന്നാമത്തെ ലെയറിൽ ഈ നിൽക്കുന്ന സെലക്ഷൻ്റെ പുറത്തെ ഭാഗം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വർക്കായി ആയല്ലോ. പുറത്തെ ഭാഗം സെലക്ഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. എന്താ? കൺട്രോൾ ഷിഫ്റ്റ് ഐ, ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? കൺട്രോൾ ഷിഫ്റ്റ് ഐ അടിച്ചിട്ട് നോക്കിയൊക്കെ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെലക്ഷൻസ് കറക്റ്റ് നമ്മൾ ആ കീറിയ പോലെ തന്നെ ആ ലൈനുകളും കീറിപ്പോയത് കണ്ട. ക്ലിയർ ആണല്ലോ? ഇനി കാണിക്കണം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാം, ശ്രദ്ധിക്കുക. ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ഈ കാണുന്ന ലെയറാണ് ഈ വെള്ള പേജിൻ്റെ ലെയർ അല്ലേ? ലെയർ 1. നമ്മൾ ആ കീറിയിട്ടുള്ള പേജിൻ്റെ ആ ലെയർ 1ലാണ് കിടക്കുന്നത് ആണല്ലോ. ആ ലെയർമ നിന്നിട്ട് നമ്മൾ മേജിക് വാൻ ടൂൾ എടുക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലെയർ ഒറ്റ കളറായ കാരണം കംപ്ലീറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. ആയിണ്ടല്ലോ? അതിൽ വെറും വെള്ള കളർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ വെള്ള കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഏതാണ്? ഈ മൂന്നാമത്തെ ലെയറാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അതായത് ഈ ലൈനല്ലേ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ലെയറിൽ നിൽക്കുക. ലെയറിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, പുറത്തെ ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെലക്ഷൻ ചെയ്തതിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, പുറത്തെ ഭാഗമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? കൺട്രോൾ ഷിഫ്റ്റ് ഐ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിലീറ്റ് അടിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് കട്ടായി പോയത് കണ്ട, നമ്മൾ കീറിയ പോലെ തന്നെ എഫക്ട് ചെയ്തത് കണ്ട ശരിക്ക്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ വീണ്ടും ഇവിടെ നിന്നൊരു പുതിയൊരു ലെയർ എടുത്തു. പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. കണ്ടോ? ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഞാൻ നേരെ പറയാൻ പോവാണ്. പുതിയൊരു ലെയർ എടുത്തിട്ടുണ്ട്. പുതിയ ലെയർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണേ. എഡിറ്റിൽ സ്ട്രോക്ക്, നമ്മൾ ഇന്നലെ റൗണ്ടിന് സ്ട്രോക്ക് ഇട്ടില്ലേ? റൗണ്ടിന് മാത്രം സ്ട്രോക്ക് ആഡ് ചെയ്തില്ലേ നമ്മൾ? എഡിറ്റിൽ സ്ട്രോക്ക് ഇവിടെ 15 വേണ്ട, ഞാനൊരു 5 കൊടുത്തു. കണ്ടല്ലോ? സ്ട്രോക്ക് ക്രിയേഷൻ ആയത് കണ്ടോ നിങ്ങൾ? ചുറ്റു സൈഡിലുള്ള സ്ട്രോക്ക്. ക്ലിയർ അല്ലേ? അതായത് ഒരു ബോക്സ് സെലക്ഷൻ വരയ്ക്കുക. എനിക്ക് ഈ സെലക്ഷൻ്റെ ഔട്ട്ലൈന് മാത്രം മതി, ഉള്ളിൽ വേണ്ട, കളർ കൊടുക്കില്ല. എനിക്കതിൻ്റെ ഔട്ട്ലൈനുകൾ മാത്രമാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എഡിറ്റിൽ പോയിട്ട് സ്ട്രോക്ക് എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുക. എഡിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രോക്ക് എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുക.
സ്ട്രോക്കിൻ്റെ കളറ് സൈസ് സെറ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ആക്റ്റീവായി. കണ്ടോ? യെസ് സർ. ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് അതിങ്ങനെ കുറച്ച് മേലേക്കൊക്കെ കയറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ എന്ത് ചെയ്യാം, ഈ പുറത്തുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ലെയർമ നിന്നു, ക്ലിക്ക് ചെയ്തു, Ctrl+Shift+I അടിച്ചു, ഡിലീറ്റ് ചെയ്യേണ്ട ലെയർമ നിന്നിട്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു. കണ്ടോ? ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഞാനൊരു ബോക്സ് വരച്ചു. ശ്രദ്ധിക്കുക, പുതിയൊരു ലെയർ എടുത്തു, എഡിറ്റിൻ്റെ ഉള്ളിൽ പോവുക, സ്ട്രോക്ക് കൊടുത്തു. കണ്ടല്ലോ? മനസ്സിലായ? നമ്മളൊരു നോട്ട് ബുക്കിൻ്റെ പേജ് നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഡിസൈൻ ചെയ്തേണ്ട. ഇതേപോലെ പല വർക്കുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓരോ ഒബ്ജക്റ്റ് വെച്ച് വരച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. കണ്ട? ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു പേജ് പോലെ ക്രിയേഷൻ ആയത് കണ്ടത് സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കായി ഇത് മാറി. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഈ വർക്ക് മനസ്സിലായില്ലേ? ജസ്റ്റ് സ്ട്രോക്കിൻ്റെ ഒക്കെ എഫക്റ്റുകളാണ്. ഇതിൽ അലൈൻമെൻറ്റുകളെ കുറിച്ച് നമ്മളൊരു വാക്ക് ശ്രദ്ധിക്കണം. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അലൈൻമെൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. നമുക്ക് ഈ കാണുന്ന പേജിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് എഴുത്ത് വേണ്ടത്. കറക്റ്റ് സെൻറ്ററിലാണ് എഴുത്ത് വേണ്ടത്. ഈ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വരാം. ക്ലിയർ ആണല്ലോ? അതിന് നമ്മുടെ സിസ്റ്റത്തിൽ മലയാളം ഫോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മലയാളം ലെറ്റർ സ്റ്റൈലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കുറച്ച് ഫോണ്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? ഇല്ല സർ. അത് നമ്മൾ ആ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതല്ല, മലയാളം അല്ല കേട്ടോ. ഞാൻ ഫോണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി നമ്മളതിൽ ഇന്ന് പറയും. എങ്ങനെയാണ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ മലയാളം ഫോണ്ട് ചെയ്തതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എൻ്റെ സിസ്റ്റത്തിലുള്ള മലയാളം ഫോണ്ടുകളാണ് ഇതൊക്കെ. സ്റ്റെപ്പ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മലയാളം ലെറ്ററുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്ററുകൾ, പുതിയതായിട്ടുള്ള ഫോണ്ടുകൾ. നമ്മളെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകൾ മാത്രമല്ല, കണ്ടമാനം ഫോണ്ടുകൾ വേറെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നല്ല ഫോണ്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വർക്കിലേക്ക്. കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ടൈപ്പിറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. സാറേ ഞങ്ങൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മളൊരു മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. ടൈപ്പിറ്റ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ
എന്ത് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ ടൈപ്പിറ്റ് എന്നുള്ള ഫോണ്ട് വെച്ചിട്ടാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ISM വഴി ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പിറ്റ് വഴി ചെയ്യാം. അപ്പോൾ ഞാനത് ടൈപ്പിറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ. ഇതിവിടെ ഡൗൺലോഡ് ആവുന്നു, കണ്ടല്ലോ. നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ടൈപ്പിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് കണ്ട ഈ ചിഹ്നം കണ്ടില്ല നിങ്ങൾ, ടൈപ്പിറ്റ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളേഷൻ ആവും. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ട് മാറും. ഇനി മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ ആണല്ലോ. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട്. എൻ്റെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും, കണ്ടല്ലോ. ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എല്ലാവർക്കും സംഭവം മനസ്സിലായ. ഇത് പഠിക്കാനുണ്ട് കേട്ടോ. ജിടെക്കിൻ്റെ വിജയ കീബോർഡിലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് മലയാളം ടൈപ്പിംഗ് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായ? പഠിക്കണം, ആദ്യം പഠിക്കണം. ഇനി അതല്ലാതെ അല്ലറ ചില്ലറ ചെറിയ വർക്കുകളൊക്കെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഒരു ഹെഡിങ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ കുറച്ച് സമയം പിടിക്കും, ഈ മലയാളം പഠിക്കാനായിട്ട് നമുക്ക്. കാരണം വെച്ചാൽ ഓരോ അക്ഷരങ്ങൾ ഏതിൻ്റെയാണെന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, ഞാൻ തൽക്കാലം ഇതിനെ കോപ്പി ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. എൻ്റെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യണ ടൂൾ എടുത്തിട്ട്, സാധാരണ ടെക്സ്റ്റ് ടൂളില്ലേ, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. ഇങ്ങനൊരു അക്ഷരമാണ് വരിക. അതിൽ MLTT എന്ന് തുടങ്ങുന്ന ഫോണ്ടുകളുണ്ട്. മനസ്സിലായ? ഞാൻ ഈ ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കാം. കാരണം ML1 വന്നിട്ടുണ്ട്. MLTT എന്ന് എടുക്കുന്ന ഫോണ്ടുകളുണ്ടാവും, കണ്ടോ. MLTT എന്നുള്ള ഫോണ്ടുകൾ, ഈ ഫോണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കൂ, MLTT എന്നുള്ള ഫോണ്ടാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് എനിക്ക് മലയാളം അറിഞ്ഞത് കൊണ്ടാണ് എനിക്കിതിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ചെറിയ ടെക്സ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഹെഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ടൈപ്പ് ചെയ്യാം. കുറേ മാറ്ററൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് റിസ്ക് ആവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനായിട്ടൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ സിസ്റ്റത്തിൽ പോയിട്ടേ സെർച്ച് ചെയ്യണതിൻ്റെ അവിടെ ക്യാരക്ടർ മാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, ക്യാരക്ടർ മാപ്പ് എന്നുള്ളത് ടൈപ്പ് ശ്രദ്ധിക്കൂ. മ്യൂട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാനിവിടെ എന്താ എടുത്തതെന്ന് മനസ്സിലായില്ലേ? സ്റ്റാർട്ടിൽ വന്നിട്ട് സെർച്ച് ചെയ്യണതിൻ്റെ അവിടെ ക്യാരക്ടർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ സിസ്റ്റത്തിൽ ഒരു ക്യാരക്ടർ മാപ്പ് ഓപ്പണായി മാറും, കണ്ടോ, ഇങ്ങനെ ഓപ്പണായി മാറും. ഇതിൽ നമ്മുടെ സിസ്റ്റത്തിൽ മലയാളം ഫോണ്ടുകൾ ഉണ്ടെങ്കിൽ, മലയാളം ലെറ്റർ സ്റ്റൈലുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണ്ടുകൾ ഇവിടെ കാണാം, കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് MLTT ഇന്ദുലേഖ ഹെവി എന്നുള്ളൊരു ഫോണ്ട് എടുത്തു, കണ്ടോ. ഓരോ അക്ഷരം വന്നത് കണ്ടോ നിങ്ങൾ, വന്നത് കണ്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. ഷായ എവിടെയാണ് നോക്കി നോക്കൂ. ആശംസകൾ എന്നാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. മലയാളം അറിയണ കാരണം എനിക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാ സെലക്ട് ചെയ്തു, കണ്ടല്ലോ. പിന്നെ ആശം, പിന്നെ സായാണ്. സായ എവിടെയാണ്? എല്ലാ അക്ഷരങ്ങളും ഉണ്ടാവും കേട്ടോ അതിൽ. ആശംസ, കണ്ടോ. പിന്നെ കായാണ്,
കാ എവിടെയാണ് നോക്കി നോക്കൂ. കാ സെലക്ട് ചെയ്തു. പിന്നെ എൽ എന്നുള്ളൊരക്ഷരം. ക്ലിയർ ആണല്ലോ. ഇതിനെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടില്ലേ കോപ്പി എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്യണ ടൂൾ എടുത്തിട്ട് ടി എന്നുള്ള ടൂൾ എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl V. കണ്ടല്ലോ, സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ. ക്യാരക്ടർ മാപ്പ് വെച്ച് ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. പറയാം. സ്റ്റാർട്ടിൽ വരിക, ഓൾ പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ നിങ്ങളെ സെർച്ച് ചെയ്യണതിൻ്റെ അവിടെ ക്യാരക്ടർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ML തുടങ്ങുന്ന ഫോണ്ടുകളുണ്ട്. MLTT തുടങ്ങുന്ന ഫോണ്ടുകൾ. ഇപ്പോൾ ഞാൻ ഈ ഫോണ്ടാണ് എടുത്തുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ലെറ്റർ സ്റ്റൈൽ മാറി ഇത് കണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണോ ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റുകൾ ഓരോന്നായിട്ട് സെലക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ജാന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ വീണ്ടും ഉകാരം കണ്ടോ, ഇത് ടൈപ്പ് ചെയ്തു. പിന്നെ ടൈപ്പ് ചെയ്തു. പിന്നെ ദീർഘം ടൈപ്പ് ചെയ്തു. ദീർഘം എവിടെ? പിന്നെ സ്പേസ്. അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ സെക്കൻഡ് നെയിം ഞാൻ ടൈപ്പ് ചെയ്യാണ്. സെലക്ഷൻ ചെയ്തു. കാന്ന് സെലക്ഷൻ ചെയ്തു. ദീർഘം സെലക്ഷൻ ചെയ്തു. എവിടെ ദീർഘം? ഓക്കെ, ദീർഘം സെലക്ഷൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സെലക്ഷൻ ചെയ്തു. ഇനി ബാ എന്നുള്ള വാക്ക് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. MLTT ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗം കാണിക്കാം. ഇനി ബാ എന്നുള്ളൊരു അക്ഷരമാണ് വേണ്ടത്. നായും ബായും ചേർന്നിട്ടുള്ളത്. ആ അക്ഷരം എവിടെയാണ്? ശരിക്കും മലയാളം ISM ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി N ആണ്. ഇതിനെ ഞാൻ സെലക്ഷൻ ചെയ്തു, കോപ്പി ചെയ്തു. ഇത് ക്ലോസ് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് Ctrl V എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, Ctrl V എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് ഏതാ ഫോണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോണ്ട് മാറ്റി കൊടുക്കുക. ML-TT കണ്ടോ? MLTT ഏതായിരുന്നു? ജയ എന്നുള്ള ഫോണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫോണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫോണ്ട് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണത് എന്നുള്ളത് കൂടി കാണിക്കാം. നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് ശ്രദ്ധിക്കുക, ഗൂഗിളിൽ പോയിട്ട് നേരെ മലയാളം ഫോണ്ടാണെങ്കിൽ മലയാളം ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. നോക്കൂ, മലയാളം അല്ലെങ്കിൽ MLTT ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. ML-TT കണ്ടോ? ഫോണ്ട് ഫ്രീ ഡൗൺലോഡ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? MLTT ഫോണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫോണ്ടുകൾ കാണിച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അതൊക്കെ ഓരോ ഫോണ്ടുകളാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അതല്ലാതെ കുറേ സൈറ്റുകൾ ഉണ്ടാവും കേട്ടോ. ഏതൊക്കെ സൈറ്റുകളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇനി അതല്ലാതെ ഇംഗ്ലീഷ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ കാണിച്ചു തരാം. 1001 ഫ്രീ ഫോണ്ട് എന്നൊരു സൈറ്റ് ഉണ്ട്. 1001 ഫ്രീ ഫോണ്ട് എന്നൊരു സൈറ്റ് ഉണ്ട്. കണ്ടല്ലോ? അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ലെറ്ററുകൾ വേണമെന്നുണ്ടെങ്കിലും കുറേ സ്റ്റൈലുകളായിട്ടുള്ള ഫോണ്ടുകളുണ്ട്. കണ്ടല്ലോ? അതിൻ്റെ മേലെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ 3D മോഡലുള്ള ഫോണ്ടുകളുണ്ട്. നോക്കൂ,
3D നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് സിസ്റ്റമിൽ ഇല്ല, സേവ് ആവും. ആവില്ല. അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഞാൻ കാണിക്കാം. കണ്ട 3D ഫോണ്ടുകളാണ് ഇതൊക്കെ. കണ്ട 3D ഫോണ്ടുകളുടെ പ്രത്യേകത കണ്ടില്ലേ? ഇനിയിപ്പോൾ നോക്കി നമുക്കൊരു ഇവിടെ ഞാൻ ഒരു ഐസ്ക്രീം സംബന്ധമായിട്ടുള്ള ടെക്സ്റ്റുകളുള്ള ഫോണ്ടുകൾ കണ്ട ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു ഈസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ, കുറേ ലെറ്റർ സ്റ്റൈലുകളുണ്ട്. ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇറ്റാലിക്സ് ഫോണ്ടുകൾ, ഹൊറർ ഫോണ്ടുകൾ, നോക്കൂ ഹൊററായിട്ടുള്ള ഫോണ്ടുകൾ ഉണ്ടാവും. ലോഡായിട്ടില്ല, വരണുള്ളൂ. നമുക്ക് ബാക്ക് അടിക്കാം. 1001 ഫ്രീ ഫോണ്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതിയിട്ട് നിങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് ഹൊററായിട്ടുള്ള ഫോണ്ടുകൾ വേണം. അപ്പോൾ ഞാൻ നേരെ ഹൊറർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നോക്കൂ കണ്ട കുറച്ച് വേറെ തരത്തിലുള്ള ഫോണ്ടുകളൊക്കെ കണ്ടില്ലേ. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പോൾ 28 ഡേയ്സ് ലേറ്റർ എന്നുള്ള ഫോണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. ശ്രദ്ധിക്കട്ടാ, ഈ ഫോണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ കണ്ട നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അവിടെ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡായി. കണ്ട ക്രോമിൽ ഇവിടെ അടിയിൽ ഡൗൺലോഡ് ആയത് കണ്ട ഫയല്. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ഇതിപ്പോൾ ഡൗൺലോഡായി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഷോ ഇൻ ഫോൾഡർ, നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണത് ഡൗൺലോഡ് ആയില്ല എന്നുള്ളത് കാണിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഡൗൺലോഡ് ആയിട്ടുള്ള ഫയലിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഫോൾഡറായിട്ട് അവിടെ പ്രിവ്യൂ വരും. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇവിടെ നോക്കി നോക്കൂ, 28 ഡേയ്സ് ലേറ്റർ എന്നുള്ളൊരു ഫോണ്ട് വന്നത് കണ്ട, നിങ്ങൾ ഫോൾഡർ വന്നത് കണ്ട. അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഫോണ്ട് കാണാം. കണ്ടല്ലോ, ഒരു എ എന്ന് എഴുതിയിട്ടുള്ള ചിഹ്നമുള്ള ഒരു ഫോണ്ട് കാണാം. അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടിൻ്റെ ഉള്ളിൽ ഇത് ഇൻസ്റ്റാളേഷനായിട്ട് മാറും. ഒന്നുകൂടെ ഞാൻ കാണിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോണ്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് സൈസുള്ളൊരു ഫോണ്ടാണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് ഞാൻ ക്ലിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ വന്നു, കണ്ടല്ലോ. ഇതിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇത് തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിലൂടെ ഡൗൺലോഡായി മാറി. ആയല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഡൗൺലോഡ് ഇവിടെ ആയിട്ടുണ്ട്. മുഴുവനായി കഴിഞ്ഞാൽ അത് ആ വട്ടത്തിലുള്ള റൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകട്ടാം. ഫുള്ളായി കഴിഞ്ഞാൽ, ഡൗൺലോഡിങ് മുഴുവനായി കഴിഞ്ഞാൽ ഇപ്പോൾ പോയി, കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ ഷോ ഇൻ ഫോൾഡർ. അപ്പോൾ നമ്മളത് എവിടെ സിസ്റ്റത്തിൽ എവിടെ ഡൗൺലോഡ് ആയില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഫയൽസ് കൊടുക്കുക. കാരണം അത് വെച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ആ പേരിലൊരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയത് കണ്ട്, നമ്മുടെ സാധാരണ ഫോൾഡർ. അതിൽ ആ ഫോണ്ട് ഒരു എ എന്നുള്ളൊരു ചിഹ്നം എന്നിട്ടുള്ള ഫോണ്ടുകൾ കാണാം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ഫോണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? സർ, ആ ഫോൺ ഇൻസ്റ്റാൾ നമ്മൾ വീണ്ടും സർ പറഞ്ഞ മെഷീൻ അതിലേക്ക് പോകണം. ആ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് അല്ലേ വേണ്ട, ക്യാരക്ടർ മാപ്പിൽ പോയിട്ട് വേണം ക്യാരക്ടർ മാപ്പ് എടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടല്ലേ, ഇംഗ്ലീഷ് ഫോണ്ടായ കാരണം ഞാൻ നേരിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി എനിക്ക്. കണ്ടല്ലോ, നമ്മളവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് വന്നത് കണ്ടോ? ക്ലിയർ ആണ്? നിങ്ങൾ മ്യൂട്ട് ചെയ്യട്ടോ. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഫോണ്ടുകളെ എന്ത് ചെയ്യാൻ പറ്റും,
ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഏത് ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് മലയാളം ഫോണ്ട്. മനസ്സിലായല്ലോ? ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആ ഫോണ്ടിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഫോൾഡർ വന്നിട്ടുണ്ടാവും, അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ പറയാം. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിതിൻ്റെ ഒരു അലൈൻമെൻറ്റുകളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ശ്രദ്ധിക്കാം. ഈ എഴുതിയത് എനിക്ക് എന്ത് വേണം? കറക്റ്റ് നമ്മുടെ പേജിൻ്റെ ടോപ്പിൽ സെൻറ്ററിൽ വേണം. മനസ്സിലായല്ലോ? ഈ കാണുന്ന പേജിൻ്റെ ഇവിടെ നിങ്ങളുള്ളതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും, കറക്റ്റ് സെൻറ്റർ ആണോ എന്നുള്ളത് അറിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മളിതിവിടെ കൊണ്ടുപോയി വെച്ചിട്ടേ കൺട്രോൾ എ പറയാം. അപ്പോൾ ആ പേജ് മൊത്തം സെലക്ഷൻ ആവും. കൺട്രോൾ എ എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ മേലെ കണ്ട അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നുണ്ട് നിങ്ങൾ. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. ക്ലിയർ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഇത് വന്നെടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ഒരു പുതിയൊരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിവിടുന്ന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഈ കളറിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരണം. ഇതിപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് കൊടുന്ന് വെച്ചപ്പോൾ അതിൻ്റെ അടിയിലേക്കാണ് പോയത് അല്ലേ? എന്താ കാരണം? ഈ ലെയർ അടിയിലായതുകൊണ്ടാണ്. മനസ്സിലായ? ലെയർ മേലേക്ക് ഇടുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരണം. ഈ എഴുതിയതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ലെയറും കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഈ ലെയറും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ എന്നുള്ള അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? അതായത് ഇതിപ്പോൾ കുറച്ചുകൂടി നീക്കി നിർത്തിയെന്ന് വിചാരിക്കട്ടെ. കുറച്ചുകൂടി നീക്കി നിർത്തി ഞാൻ ഈ ലെയറും കൂടി ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ സെൻറ്ററിലേക്ക് വരിക. ഈ ഭാഗം മനസ്സിലായില്ലേ? കൺട്രോൾ എ പറഞ്ഞിട്ട് സെൻറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സെലക്ഷൻ്റെ സെൻറ്ററിലേക്കാണ് വരിക. ക്ലിയർ ആണല്ലോ? സെൻറ്റർ വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കറക്റ്റായിട്ട് വരും. ഓക്കെ? ഈ ഭാഗം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമ്മളൊരു CD-യുടെ മുകളിലുള്ള ഒരു ഡിസൈൻ കൂടി പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോഷോപ്പ് എന്നുള്ള അതിൻ്റെ ടോപ്പിക് അവസാനിപ്പിക്കും. നിങ്ങൾ കല്യാണ കാസറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ CD-യുടെ മുകളിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റിക്കർ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലേ? വെഡ്ഡിങ് എന്നൊക്കെ എഴുതിയിട്ട് അതേപോലത്തെ ഒരു വർക്കാണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു CD-യുടെ വലിപ്പം ഒരു 12 സെൻറ്റിമീറ്റർ വീതി, 12 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു 300 റെസൊല്യൂഷനുള്ള ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 12 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു റൗണ്ട് വരച്ചു. 4 അറ്റം മുട്ടാവുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് ഞാനിവിടെ വരച്ചു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വരച്ചു. ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിന് ഒരു കളർ കൊടുത്തു. ഓക്കെ? ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള റൗണ്ട് ഡിലീറ്റ് ചെയ്യണം. നമുക്ക് ഒന്നെങ്കിൽ അളവൊക്കെ എടുത്ത് ചെയ്യാം, പക്ഷേ എളുപ്പത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞിരുന്നു. നിങ്ങൾ പേജ് എന്ത് ചെയ്യുക? ഒരു 1.5 സെൻറ്റിമീറ്ററിലുള്ള 1.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു പേജും കൂടി എടുക്കുക. ഇത് എളുപ്പത്തിനാട്ടാ പറഞ്ഞായിരുന്നേ. ശരിക്കും അതിൻ്റെ അളവൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതിൽ ഞാൻ വേറൊരു റൗണ്ട് വരയ്ക്കുകയാണ്.
1.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള എന്ത് ചെയ്യാണ് ഒരു റൗണ്ട് ഞാനിവിടെ വരച്ചു. അതിന് ഞാൻ പുതിയ ലെയർ എടുത്തിട്ട് എന്ത് ചെയ്തു, വേറൊരു കളർ കൊടുത്തു. ഓക്കെ, അതിനെ നമ്മൾ നമ്മുടെ പേജിലേക്ക് വലിച്ചിട്ടു. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അളവിലേക്കുള്ള പേജിലേക്ക് വലിച്ചിട്ടു. ഇതിൽ പുതിയ വേർഷൻസിലൊക്കെ കറക്റ്റ് സെൻറ്റർ പൊസിഷൻ കണ്ടെത്താനായിട്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ തന്നെ ഉണ്ട്. കണ്ട, നമ്മളിങ്ങനെ കൊണ്ടുപോയി വെച്ച കറക്റ്റ് ചെന്ന് നിൽക്കും. ഓക്കെ, ഇനി മേജിക് ബാൻഡ് ടൂൾ എടുത്തിട്ട് ആ റെഡിൽ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ആ യെല്ലോയിൽ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ല? അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭാഗം ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് റൗണ്ട്, അതായത് നമ്മൾ വലിച്ചിടുന്നത് മനസ്സിലായില്ലേ? നമ്മുടെ പേജിലേക്ക് വലിച്ചിടുന്നത് മനസ്സിലായില്ലേ? 1.5 ഒരു റൗണ്ട് വരച്ചിട്ട് ഞാൻ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മേജിക് വാൻ ടൂൾ കൊണ്ട് സെലക്ഷൻ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഈ ലെയറിലും ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഈ യെല്ലോയിൽ നിന്നൊരു കഷ്ണം ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. ഇനി ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഫോട്ടോസ് എടുക്കാം. നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസ് എടുക്കും. വെഡ്ഡിങ് ഫോട്ടോ. അപ്പോൾ നമുക്ക് കേരള മോഡൽ വേണമെങ്കിൽ കേരള എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഫോട്ടോസാണോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഫോട്ടോ എടുക്കാം. നമുക്ക് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട് ഫയല്. ഇതിലേക്ക് നോക്കൂട്ടാ, ഓപ്പൺ ആക്കുക. നമ്മൾ ആ ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഫോട്ടോസിന് നേരെ നമ്മുടെ ആ വർക്കിലേക്ക് വലിച്ചിട്ടു. നമ്മൾ നേരത്തെ ചെയ്ത വർക്കിലേക്ക് വലിച്ചിട്ടു. എത്രയും ഭാഗമാണോ നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങട് ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ വെച്ചു. കാര്യം ശ്രദ്ധിക്കണം, ആ ഹോളിൻ്റെ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ചു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ആ മഞ്ഞ ലെയറിൻ്റെ മുകളിൽ മേജിക് വാൻഡ് കൊണ്ട് ക്ലിക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇൻവേഴ്സ് അടിക്കുക. Ctrl+Shift+I അടിച്ചിട്ട് നമ്മൾ ആ ലെയർ ഡിലീറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പോൾ ഈ സൈഡ് നമുക്കൊന്നിങ്ങനെ CD-യുടെ ചിഹ്നത്തിലോ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഒന്ന് മങ്ങിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എറേസർ എടുക്കുക. എറേസർ എടുത്തിട്ട് ആ ഫോട്ടോൻ്റെ ഭാഗം പതുക്കെ എറേസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? അതായത് ആ CD-യുടെ ഇതിൻ്റെ മുകളിലേക്ക് ലയിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരുത്താനായിട്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ ഈ മഞ്ഞ കളറിന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ Alt+Shift+Backspace. ഓക്കെ, ഞാനിവിടെ എഴുതുന്നു വെഡ്ഡിങ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? വെഡ്ഡിങ് എന്ന് ഞാൻ എഴുതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മളതിനെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി തൽക്കാലം ഞാനൊരു പേര് എഴുതുന്നു, അനൂപ് ആൻഡ്
ദിവ്യ. ഞാൻ ആ ഫോണ്ടും സൈസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇത് വെഡ്ഡിങ് എന്ന് എഴുതിയത് നമുക്ക് ഇത്ര സൈസ് വേണ്ട, അത് ചെറുതും. അതിന് ഏത് ഫോണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ഫോണ്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫോണ്ടൊക്കെ കൊടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കുക. കൊടുത്തു. അതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തു. ഇനി നമ്മളെ ഡേറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു 21/7/21. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സാധനം ഒട്ടിച്ചിട്ടാണ്, കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് നമ്മുടെ സി ഡിയുടെ മുകളിലേക്ക് ഈ സാധനം പ്രിൻ്റ് ചെയ്ത് തരുന്നത്. ഈ സി ഡിയുടെ മുകളിലൊക്കെ, സി ഡിയുടെ മുകളിൽ കണ്ടിട്ടില്ല നിങ്ങൾ? സ്റ്റുഡിയോക്കാരാണിത് ചെയ്യുക, ശ്രദ്ധിക്കണം. അവർ ഇതേപോലെ മോഡലുകളൊക്കെ കൊടുത്ത് ആ സി ഡിയുടെ അത് സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മളെ കല്യാണത്തിൻ്റെ ആൽബം ഡിസൈൻ ചെയ്യുന്ന ആ കാണുന്ന സി ഡിയുടെ മുകളിൽ ഒട്ടിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സി ഡിയുടെ കവർ പ്രിൻ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് എനിക്കിതിൻ്റെ മുകളിൽ ഒരു റൗണ്ട് പോലെ എഴുതണം, എഴുതിക്കൂടെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ വെഡ്ഡിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടാ, ഫോണ്ടിൻ്റെ സൈസൊക്കെ കുറച്ചു. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ വെഡ്ഡിങ് തന്നെ ഞാൻ കുറേ ടൈപ്പ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓരോന്നും ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. കുറേ അതിൽ തന്നെയാണ് കേട്ടോ, ആ ലൈനിൽ തന്നെയാണ് ഞാനിത് ചെയ്യണത്. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആർച്ചാക്കണത്, Ctrl+C Ctrl+V. ക്ലിയർ ആണല്ലോ. Ctrl+C Ctrl+V കൊടുക്കുക. എന്നിട്ട് Ctrl+T ഒക്കെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആർച്ച് ചെയ്യുന്നത് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ചെയ്തായിരുന്ന സെയിം സാധനം. ഈ ആർച്ച് കണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇതിപ്പോൾ ഇത്ര വേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഭാഗം ഡിലീറ്റ് ചെയ്തിട്ട് ആർച്ച് കറക്റ്റ് ചെയ്തോളൂ. നോക്കൂ, ആർച്ച് ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാൻ കാണിക്കാം, ചെറിയൊരു എററായിട്ടുള്ളത്. ഞാനിതാ ഇവിടെ ടൈപ്പ് ചെയ്യുന്നേ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഞാനിപ്പോൾ ഒരു 12 കൊടുത്തു. അതുതന്നെ ഞാൻ Ctrl+C കോപ്പി, അതിൻ്റെ നേരെ Ctrl+V, അതിൻ്റെ നേരെ Ctrl+V, Ctrl+V, Ctrl+V ഇങ്ങനെ കൊടുത്തു. നേരെ ആർച്ച് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? കറക്റ്റായില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനെ Ctrl+T ഒക്കെ അടിച്ചിട്ട്, മനസ്സിലായ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? ഒന്നുമില്ല, 12 സെൻറ്റിമീറ്റർ അളവും 12 സെൻറ്റിമീറ്റർ ഹൈറ്റും എടുത്തിട്ടാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ നടുക്കിൽ 1.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു റൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് എടുത്തിടുക, ആവശ്യമായിട്ടുള്ള കളറുകൾ എടുത്തിടുക, ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ എടുത്തിടുക.
നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇതിൽ സർ ആ പിക്ചർ എങ്ങനെ സർക്കിളായെന്ന് കാണിച്ചു തരുമോ? പിക്ചർ വലിച്ചിടുക, ശ്രദ്ധിക്കുക. ഞാൻ ആ പിക്ചർ ഡിലീറ്റ് ചെയ്തു. ഞാൻ വീണ്ടും ആ പിക്ചർ തന്നെ ഓപ്പൺ ആക്കുന്നു. ഇതാണ് ആ പിക്ചർ. ആ പിക്ചർ നമ്മുടെ റൗണ്ടിലേക്ക് വലിച്ചിട്ടു. ശ്രദ്ധിക്കുക, റൗണ്ടിലേക്ക് വലിച്ചിട്ടിട്ട് നമ്മളതിനെ വലുതാക്കുക. അതറിയണതല്ലേ? ഇങ്ങനെ വലുതാക്കിയതിന് ശേഷം എനിക്ക് ഈ റൗണ്ടുള്ള ഭാഗം മാത്രം വന്നാൽ മതി, പുറത്തെ ഭാഗമൊന്നും വരണ്ട. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ പഠിച്ചിട്ടുള്ള കുറേ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. മേജിക് വാൺ ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ ഭാഗം പോവുക ആണല്ലോ അല്ലേ? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലത്തെ ഭാഗം പോവുക. നമുക്ക് വേണ്ടത് പുറത്തെ ഭാഗമാണ് പോകേണ്ടത്. എന്താണ് ഷോർട്ട് കട്ട്? കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേഴ്സ് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക ലെയർ. കണ്ടല്ലോ? പിന്നെ നമ്മൾ ഈ എറൈസർ എടുത്തിട്ട് പതുക്കെ സാധനം ഒന്നും ഇങ്ങനെ എറൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യും. ആ കളറിലേക്ക് അതൊന്ന് മാച്ച് ചെയ്തു മാത്രം. മനസ്സിലായ? ഓക്കെ, ഈ ഭാഗം മനസ്സിലായല്ലോ? ഇത് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മുടെ CD-യുടെ മുകളിൽ അവരത് എന്ത് ചെയ്യണത്? ഒട്ടിക്കണത്. കട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലുകളായിട്ടുള്ള ഡിസൈനുകളൊക്കെ ഇതേപോലെ കൊണ്ടുവരാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ആർക്കെങ്കിലും പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ, എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. ഏരോ ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേജിലേക്ക് വലിച്ചിടുക. ശ്രദ്ധിക്കുക, നമ്മൾ ആ പിക്ചർ ഓപ്പൺ ആക്കി. ഓക്കെ, ചിലപ്പോൾ പുതിയ വേർഷൻസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതിങ്ങനെ മേലെയായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരെണ്ണം അപ്പോൾ അതുമ്മ പിടിച്ചിട്ട് താഴ്ത്തിക്കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു പിക്ചറായിട്ട് മാറും കേട്ടോ. എന്നിട്ട് വലിച്ചിട്ടാൽ മതി. ക്ലിയർ ആണല്ലോ? ഏരോ ടൂൾ വെച്ചിട്ട് ഇങ്ങോട്ട് താഴ്ത്തിക്ക് വലിക്കുക, എന്നിട്ട് വലിച്ചിടുക കേട്ടോ. ക്ലിയർ അല്ലേ? അത് പുതിയ വേർഷൻസിലൊക്കെ അങ്ങനെയാണ് വരിക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ Ctrl A പറഞ്ഞിട്ട് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വർക്കിനെ നേരെ ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ പറയൂ. അല്ലെങ്കിൽ നമുക്കതിൻ്റെ മറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം. ആർക്കെങ്കിലും സംശയം ഞാൻ എൻ്റെ വീഡിയോ അയക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഒരുവിധം എല്ലാ മെയിനായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. കുറേ വർക്കുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് മുഴുവനായി കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും കുറേ സ്റ്റൈലുകളും കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടുക. ഇന്നത്തോടു കൂടി നമ്മൾ ഫോട്ടോഷോപ്പ് പറയൽ കഴിയും. നാളെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിലേക്കാണ് ഇനി കിടക്കുക. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മുടെ ലിങ്കിൽ ഞാൻ അയച്ചു തന്നിട്ടുള്ള ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ നേരിട്ടിട്ട് പോയാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. നോക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ആദ്യം ഇട്ടെന്നുണ്ടായിരുന്നില്ലേ, സ്മാർട്ട് യൂട്യൂബർ 5 നമ്മളൊരു ഫസ്റ്റ് ഒരു ലിങ്ക് ഇട്ടെന്നുണ്ടായിരുന്നില്ലേ, ആ ലിങ്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം ടെലഗ്രാം എന്നുള്ളതാണ്, അറിയാലോ. അത് കോപ്പി ചെയ്യുക. അതേപോലെ തന്നെ പാസ്വേഡ്
ഞാനവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് ഇതിലിവിടെ പാസ്വേഡിൻ്റെ അവിടെ കൊടുക്കുക, സൈൻ ഇൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെർവർ നമ്മുടെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെർവർ 1 എന്നിട്ടൊരു പേജ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിവ്യൂ ചെയ്ത് വരും. ഒന്ന് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ F5 എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൽ ഞാനിതിൽ കാണിക്കാം. ഞാൻ ജിജോ സാറ് ക്ലാസ് എടുക്കുന്നത് അറിയാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. അതിൽ നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഫോട്ടോഷോപ്പ് 2020 എന്നല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം പ്രീമിയർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ കാണാം പ്രീമിയർ പ്രോ എന്നൊരു സോഫ്റ്റ്വെയർ. കണ്ടോ? ഇതാണ് പ്രീമിയർ പ്രോ എന്നുള്ളത്. ആ ഫോട്ടോഷോപ്പിന് പകരം നിങ്ങൾ പ്രീമിയർ പ്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. 2007 വിൻഡോസ് 7 ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. വിൻഡോസ് 7 ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവില്ല. ഇതിനെക്കാട്ടി ഒരു തൊട്ട് മുന്നുള്ള ഒരു വേർഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ആൾക്കാർ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്യാം. ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യാം. അത് വെച്ച് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു മിനിറ്റ്. ഞാൻ ലിങ്ക് അയക്കാം. വിൻഡോസ് 7 ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിലൂടെയാണ് ചെയ്യേണ്ടത്. ഞാൻ അയച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടാ. വിൻഡോസ് 7 യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അതല്ല ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് റാം കുറവൊക്കെയാണ്, അത്രയും ഹൈ കോൺഫിഗറേഷൻ റാമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്താണ്ട് കുഴപ്പമില്ല. വിൻഡോസ് 10 ഉള്ള ആൾക്കാരും ഇത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും എന്താണ് അതിൻ്റെ ഉള്ള രണ്ട് സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ക്രാക്ക് ഫയലുകളാണ്. ശ്രദ്ധിക്കുക, ക്രാക്ക് ഫയലുകളാണ്. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഒന്നല്ലോ ഗ്രൂപ്പിലെ. അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ആക്കണം. നെറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യരുത്. ക്രാക്കിംഗ് ആണ്, ഒറിജിനൽ സോഫ്റ്റ്വെയർ അല്ല, അത് നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം ഈ പറയുന്ന പോലെ ഈ ക്രാക്കിൻ്റെ ഉള്ളിൽ കുറേ ഫോർമാറ്റുകളുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിസ്റ്റങ്ങളാണെങ്കിൽ കുറച്ച് സമയം ആ ആൻറ്റിവൈറസിനെ ഒന്ന് ഡിസേബിൾ ചെയ്തിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ക്രാക്ക് ഫയൽ അവർ ഡിലീറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? എങ്ങനെ ഡിസേബിൾ ചെയ്യാ? നമ്മുടെ ഈ അടിയിൽ നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിവൈറസിൻ്റെ പേര് അവിടെ ഉണ്ടാവും. അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓരോ ആൻറ്റിവൈറസ് ഓരോ ഫോർമാറ്റുകളായിരിക്കാം. ഇപ്പോൾ സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ ആൻറ്റിവൈറസിൻ്റെ ആ ചിഹ്നത്തിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസേബിൾ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഡിസേബിൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണത് ഞാൻ ജസ്റ്റ് പക്ഷെ കാണിക്കാൻ പറ്റില്ല. നെറ്റ് ഓൺ ആക്കിയിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റ് ഉപയോഗിക്കുക.
അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയിരിക്കണം നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യണത് അവർ പിടിക്കും. ഇനി റെഡി ആയില്ലാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം, വിൻഡോയിൽ ഇട്ടിട്ട് തന്നെ കാണിക്കാം. ഇത് എന്തെങ്കിലും കാരണവശാൽ എറർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ലിങ്കുമ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് കയറാനായിട്ട് ശ്രമിക്കേണ്ട. ചില സമയത്ത് അത് ഓപ്പൺ ആവാറില്ല സെർവർ. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്റ്റീവായി മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഫോട്ടോഷോപ്പിൽ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ